നമ്മളെ കോഴിക്കോടൻ ഹോട്ടലിൽ കിട്ടുന്ന കിടിലൻ ബീഫ് ഫ്രൈ അഥവാ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ബീഫ് റോസ്റ്റിന് ഒരു കഥയുണ്ട്. ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ കോഴിക്കോട് വെക്കേഷൻ വരുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു നാടൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ബീഫ് റോസ്റ്റ് ആണ്. ഏകദേശം അതുപോലൊരു റെസിപ്പി നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. പ്രഷർ കുക്കറിലേക്ക് 1 കിലോ ബീഫ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് 4-5 വിസൽ വരുന്നവരെ വേവിച്ചിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 1 മിനിറ്റ് വേവിച്ചിട്ട് നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത സവോളയും ചെറിയുള്ളിയും ഉപ്പും ചേർത്ത് ഇത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വേവിക്കുക. ഇതിലേക്കിനി മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ റോസ്റ്റ് ചെയ്തിട്ട് 2 തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് അത് വെന്തുടയുന്നവരെ അടച്ചു വേവിക്കുക. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് വെള്ളത്തോടു കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി വെളിച്ചെണ്ണ, കുരുമുളക് പൊടി, കറിവേപ്പില എന്നിവ ചേർത്ത് വീണ്ടും കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കുക. പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ചേർത്ത് കനം കുറച്ച് കട്ട് ചെയ്ത തേങ്ങാക്കൊത്ത് ചേർത്ത് അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വേവിക്കുക. ഇനി ഉണക്കമുളക് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വറവ് നമുക്ക് റോസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ രുചി ലാബ് യൂട്യൂബ് ചാനലുണ്ട്.